ഇന്ന് ഇതിൻ്റെ എൻജിൻ ഫൗണ്ടേഷൻ മാറ്റുക, 1-2 അങ്ങനത്തെ ബുഷുകൾ മാറ്റുന്ന പണിയാട്ടോ. ഇത് GMCൻ്റെ വണ്ടിയാട്ടോ. ഓക്കെ, നമ്മളെ കമ്പനി വണ്ടി തന്നെയാണ്, മുതലാളിൻ്റെ വണ്ടി തന്നെയാണ്. അതായത് ഈ ഫൗണ്ടേഷൻ അടിക്കേണ്ടിയുണ്ട് നമുക്കില്ലല്ലോ. ഫൗണ്ടേഷൻ മാറ്റുക, ഫൗണ്ടേഷൻ എൻജിൻ ഫൗണ്ടേഷൻ മാറ്റുക. ആ ഓക്കെ. ആ ഈ സൈഡ് അങ്ങോട്ട് മാറ്റങ്ങൾ. ഓക്കെ, ഇതൊക്കെ ബോൾട്ടിന്റെ ബോൾട്ട് ഇട്ടില്ലടോ. ബോൾട്ട് ആണ്ട എഞ്ചിന്റെ ഫൗണ്ടേഷനൊക്കെ ആക്കി. എന്നാലേ നമുക്ക് ഇതിന്റെ പണി കൊടുക്കാം അല്ലേ. സാധനം മാറ്റിയേക്കണോ? ഓക്കെ, അതെ അയച്ച് കഴിഞ്ഞിട്ടോ, അയച്ച് കഴിഞ്ഞിരിക്കുന്നത്. സ്ഥിരമായിട്ട് എടുക്കാത്ത പണിയായതുകൊണ്ടേ കഴിക്കും ഒക്കെ ഒരു വെൽച്ചിലൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുക, ഇതന്നെ പരിപാടി. ഓക്കെ, ഇത് അയക്കുക. നീറ്റാവുന്നതാ, വേറൊന്നും കൊണ്ട് വെച്ചിരിക്കുന്നു. ഇത് കഴിയുമ്പോൾ ഫിറ്റ് ചെയ്യുക. ചെറിയ ചെറിയ പണികൾ മാത്രം, മെക്കാനിക്കൊന്നല്ല കേട്ടോ. ഓക്കെ, അവിടുന്ന് ഇങ്ങനെ ഒരു ബാലൻസ് റാഡ് വരുന്നതാ. ബാലൻസ് റാഡ് ഇതാ, ഇതിൻ്റെ വേഗം കൂടി ഇങ്ങനെ വരുന്നത് ബാലൻസ് റാഡാ. ഓക്കെ, അവിടെ അയച്ചിങ്ങാട്ട് കുടുക്കിയില്ല, ഇതിനിങ്ങാട്ട് കൊടുക്കണം, അയച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് സാധനം. ഇത് പുതിയല്ല, വേറെ വണ്ടി വന്ന് വലുതന്നെ വേറെ വണ്ടി വന്ന് അയച്ചെടുത്താണ്. ഓക്കെ, ഇതിൻ്റെ റബ്ബർ ഉണ്ടല്ലോ, റബ്ബർ ഇതാ ഇങ്ങനെ പൊട്ടിപ്പോവുക, ഇങ്ങനെ പൊട്ടിയിട്ട് ഇതാകുന്നതാ. അപ്പോൾ ഈ സാധനം നമ്മൾ കുടുക്കി കൊടുക്കുക. ഇതാ ബോസ് എത്തിക്കിന്. ബോസിന് ഇതെന്താ ഇഞ്ചിൻ്റെ കവറല്ലേ അടിയല്ലേ? കവറും കൂടി അയച്ചിട്ട് വേണം എൻജിൻ ഫൗണ്ടേഷന് വോൾട്ടല്ലേ ഉണ്ട്, വോൾട്ട് 8 വോൾട്ട് അല്ലേ? അതൊക്കെ ഒന്ന് മാറ്റേണ്ടിയുണ്ട്. ഞങ്ങൾ ഇവിടെ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ സൈഡും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് എഞ്ചിനും പിന്നെ ഇതിൻ്റെ ഇത് ഗിയർ ബോക്സിൻ്റെ ഫൗണ്ടേഷൻ അല്ലേ? എന്ത് പറയുന്നത്? മൗണ്ടിങ്. അതന്നെ ആ സാധനം. പേരൊന്നും എന്നോട് ചോദിക്കരുത്, നമ്മൾ തരുന്ന പണി നമ്മൾ എടുത്തോളാം, അത്രേ ഉള്ളൂ. അടുത്ത പരിപാടി ഇതയക്കണമെങ്കിൽ ഇവിടെ ജാക്കി വെക്കും. ഓക്കെ, ഞാൻ ജാക്കി എടുത്തുതരാം. ഇതയക്കലാണ് പരിപാടി. അടുത്ത് അതിനൊരു പലക വെച്ചിരിക്കുന്നല്ലേ, ഇതിൻ്റെ മുകളിൽ ജാക്കി വെക്കുക, എന്നിട്ടൊന്ന് പൊന്തിക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഒരു വോൾട്ട് വരുന്നുണ്ട്, ഇതയക്കുക. ഇവിടെ 2 വോൾട്ടും ഉണ്ട്. ഇതയച്ചിട്ട് ഇതിൻ്റെ കുർസി മാറ്റുക. ഓക്കെ, എന്താ പരിപാടി? ഫൗണ്ടേഷൻ്റെ വോൾട്ട് പോയിക്കിന് ഒരു വോൾട്ട് ഇത്. ഇവിടെ നോക്കി, ഈ സുനി ഒക്കെ പോയി കിടക്കുക. പിന്നെ അതെങ്ങനെ ആടാണ്ടൊക്കെ വണ്ടി ഇവിടെയൊക്കെ ഓരോ വോൾട്ട് വരുന്നതാണ്. ഇതൊക്കെ പോയി കിടക്കുകയാണ്. സാധനം നോക്കി ആ സാധനം പൊട്ടി കിടക്കുക അല്ലേ? ഇനി അതുകൊണ്ട് അയച്ചെടുക്കുക. ഓക്കെ, ഇവിടെയുള്ള കുർസി ഫൗണ്ടേഷന് എടുത്ത് ഒഴിവാക്കി. എന്താ പറയുക, ഇവിടെ ജാക്കി കൊണ്ടുവന്ന് ഇങ്ങനെ ക്രോസിൽ വെച്ച് പൊന്തിച്ചതാണ്. പൊന്തിച്ചും കണ്ടി തയ്ച്ചെടുത്തിട്ടോ. ഓക്കെ, ഇനി കുറച്ച് പുതിയ കൊണ്ടുവരും, ഇവിടെ ഫിറ്റ് ചെയ്യും. അടുത്ത പരിപാടി എൻജിൻ ഫൗണ്ടേഷൻ. റൈറ്റ് ആയല്ലേ? ഓക്കെ, ഒരു സൈഡ് ഫൗണ്ടേഷൻ്റെ വോൾട്ട് ടൈറ്റ് ചെയ്യാണ്. മറ്റേ സൈഡ് തീരെ വോൾട്ട് ഇല്ലാനും അല്ലേ?
അതാ ഒക്കെ അയച്ചെടുത്തിരിക്കുന്നത്. ഇനി വന്നിട്ട് അടുത്ത പരിപാടി കഴിഞ്ഞാൽ പ്ലഗ് പ്ലഗ് അയക്കുക, പ്ലഗ് ആയിട്ട് കേബിൾ മാറ്റുക. കേബിൾ മാറ്റുക. ആ കായ് വാങ്ങാൻ കൊണ്ടുവിടെ. മുതിർന്നോട് കായിട്ടുവോ? ക്യാഷുള്ള പണി തന്നെ അല്ലേ? ആ ഇതൊക്കെ റെഡി ക്യാഷുള്ള പണി തന്നെയാണെന്നാ പറഞ്ഞത്. കിട്ടുമെന്ന് വിചാരിക്കല്ലേ, മുതിറിൻ്റെ വണ്ടിയാണ്. ഓക്കെ, ഇതാണ് നമ്മളെ ഇതേതാ GMC എത്ര മോഡൽ വണ്ടി? 2022 GMC അല്ലേ? ആ ഓക്കെ, ഇതാ മാറ്റേണ്ടി അല്ലേ ഈ പ്ലഗ്. ഇത് മുതിർ അയച്ച് കൊടുത്തു വിട്ടാലേ വേറെ വണ്ടി വന്ന്. ആ ഇനി ഇത് അയച്ചിട്ട് കൊടുക്കാം. നമ്മളെ മുതിറും മെയിൻ മെക്കാനിക്കാണ്. അപ്പോൾ ഓരോന്ന് അയച്ചിങ്ങായിട്ട് കൊടുത്ത് വിടുന്നതാ. ഇവിടെ എത്തിയിട്ട് മാറ്റി വിടിയെന്ന് പറഞ്ഞതാ. സാധനങ്ങളൊക്കെ എടുത്തുക്കുന്ന അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. കുറിച്ച് വന്നിക്കുന്നു, കുറിച്ച് വന്നിക്കുന്നു. ഇനി കുറിച്ച് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഇത് ഗിയർ ബോക്സിൻ്റെ ഇതൊന്ന് ഫിറ്റ് ചെയ്യട്ടെ. ഇതാ ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് അതവിടെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഫിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ വണ്ടീൻ്റെ പേരാളി അവൻ ഉറങ്ങുക ഇരുന്നും കണ്ട് പറ ഒരു ഹായ്. ആ നട്ട് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഫൗണ്ടേഷൻ്റെ നട്ട് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സംഗതി റാഡ് വലിയ റാഡ് കിട്ടണം ഒന്നുകൂടി. നാസൊക്കെ എടുക്കാൻ പോയിക്കിന് തേരാളി ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അടുത്ത പ്ലഗ് ഊരാണ്. പ്ലഗ് ഊരി തുടങ്ങിക്കിന്. ഇനി പ്ലഗ് മാറ്റണം. ഇത് എത്ര സിലിണ്ടർ കഴിഞ്ഞു? 8 സിലിണ്ടർ അല്ലേ? 8 സിലിണ്ടറുള്ള സാധനം. പുതിയൊന്നും വാങ്ങല്ലേ മലയാളി, ഓൾഡ് വാങ്ങും. പുതിയൊന്നും വാങ്ങും, പഴയ സാധനം വാങ്ങൂല്ലേ? പൈസ അതെ, ഏതെങ്കിലും ഒന്ന് അടുപ്പെടും. ഒറ്റ പ്ലഗ് ഇതാ അവിടെ, ഈ പ്ലഗ് അവിടെ കുടുങ്ങി കിട്ടിക്കുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊന്ന് അയക്കട്ടെ. പണിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഓരോന്ന് കിട്ടും. വേറെ പൊട്ടിപ്പോയി. അയ്യോ, ബോസ് വന്ന് അല്ലോ, എന്നെ കൊണ്ട് നടക്കില്ല അതയക്കാൻ. ഏത് ഒരു പിന്ന് ബോസിന് കൈമാറിയിരിക്കുന്നു. അങ്ങനെ ഏകദേശം നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അല്ലേ? എല്ലാം കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ ബൈ. ആ ക്ലോസ്.